എടാ, ആഗ്രഹിക്കുന്നത് എന്തും എൻ്റെ കൈ കിട്ടും. അതിന് രാജയോഗം വേണം. അതെ അതെ, മുതലാളിക്ക് അതുണ്ടല്ലോ. ഐസ് തീർന്നല്ലോ. ഡേ ഓ ഐസ് തീർന്നുണ്ടാടി. ശരി. ഇത്തിരി ബഹുമാനം കുറവുണ്ടോ? ഡേ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞില്ലേടേ? ഒരു 5 മിനിറ്റ്, ഇപ്പൊ റെഡിയാവും. ആ മതിയോ? അത് മതി. ആണുങ്ങൾ എപ്പോഴും ഉയർന്നു നിൽക്കണം. അവൾക്ക് തന്നെ അറിയില്ല. മുതലാളി ആരാ? ഉന്നത കൊലജാതൻ. സ്വന്തമായി കേരളം മുഴുവൻ ബിസിനസ്. മുതലാളി ഇനിയും ഉയരങ്ങൾ കീഴടക്കുന്നവരാണ്. പക്ഷേ കാശ് കുറെ അനാശിട്ട് ചെലവാക്കണ്ട. ഞാൻ വെറുതെ ഒന്നും ചെയ്യില്ല. രാഷ്ട്രീയത്തിലിറങ്ങാനുള്ള പ്ലാനുണ്ട്. അതിനായി ചാരിറ്റി. ഓ അതായിരുന്നോ? കൊള്ളാം. എന്നാ നമ്മുടെ ജിം ഉദ്ഘാടനം? അതടുത്ത ആഴ്ച. ആരാ? അവളാണോ ഉദ്ഘാടനം? അവൾക്ക് വരാൻ പറ്റില്ല അത്ര. അതെന്ത്? കഴിഞ്ഞ ആഴ്ച ചോദിച്ച കാശ് കൊടുത്തല്ലേ? അവൾക്ക് എൻ്റെ കട ഉദ്ഘാടിക്കാൻ സമയമില്ല. ഞാൻ വിചാരിച്ച ഇനിയൊരു കട അവൾ ഉദ്ഘാടനം ചെയ്യില്ല. അതിനുള്ള കോണ്ടാക്ട്സ് ഒക്കെ എനിക്കുണ്ട്. അവള് പോട്ടെ, വേറെ എത്ര നല്ല നടികളുണ്ട്. പക്ഷേ അവൾക്ക് നല്ലൊരു പണി കൊടുക്കണം. മുതലാളി, ഇന്നാ അവൾ ഉദ്ഘാടനത്തിന്റെ വീഡിയോ ആണ്. പറഞ്ഞ മോള് ഇവളാര്? ഉദ്ഘാടനമൊക്കെ ഞാൻ പൂട്ടിക്കും. അവളിവിടെ തെരഞ്ഞിട്ട് കാര്യമില്ല. ആര് കേൾക്കാനാ? മുരളി ഫേസ്ബുക്കിൽ ലൈവ് ഇട്. നമുക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതല്ലേ. അന്നൊരു ലൈവ് പോലെ. ഹലോ ഗൈസ്, ഇന്നൊരു ഉദ്ഘാടനം കണ്ടല്ലോ. അവളെ കുറിച്ച് കുറച്ച് പറയാനാണ് ഞാനിപ്പോൾ ലൈവ് വന്നത്. അവളും ഞാനും കൂടെ ഹലോ എന്തിട്ടത്ര കാലത്ത് തന്നെ. ഹലോ, എണീറ്റില്ലേ ഇതുവരെ? എന്തുവാടാ നീ കാര്യം പറ. മുതലാളി, പണി പാളി. എന്തുവാ? ഇന്നലത്തെ വീഡിയോ വൈറലായി. അവള് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് ഏത് നിമിഷം അവിടെ എത്തും. പോലീസോ? ഞാനിവിടുന്ന് മുങ്ങാൻ പോവാ. ചാലക്കുടിന്ന് പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷം അവർ വീട്ടിലെത്തും. ടി വിയിലേക്ക് തന്നെ ചർച്ച. എടാ നമ്മുടെ വക്കീലിനെ വിളി. ഇനി നമ്മൾ വിളിയില്ല. ഓക്കെ ഓക്കെ. സിനിമ നടിക്കെതിരെ ലൈംഗിക അധിക്ഷേപം. പ്രസിദ്ധ വ്യവസായി ടോമി ചെന്നിത്തലയെ പോലീസ് തിരയുന്നു. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഇന്നലെ രാത്രിയായിരുന്നു ഇയാൾ ഫേസ്ബുക്ക് ലൈവിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തിയത്. നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. കുറേയായി നിങ്ങളുടെ വൃത്തികേടുകൾ ഞാൻ സഹിക്കണേ. ഇനി ഇതിവിടെ നടക്കില്ല. എനിക്ക് വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ ഭാവി എനിക്ക് നോക്കണം. അതുകൊണ്ട് കടക്ക് പുറത്ത്. ആ കാറിൽ ഇനി തൊട്ടു പോകരുത്. അത് അച്ഛൻ എനിക്ക് വാങ്ങി തന്നതാ. നിങ്ങൾക്കായി ഇനി ഇവിടെ ഒന്നുമില്ല. ഓ തൽക്കാലം ഞാൻ പോവാം. പക്ഷേ പ്രതി അതിരപ്പള്ളി വനമേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. വെറ്റിലപ്പാറ പോലീസിലേക്ക് കൂടുതൽ സ്ക്വാഡിനെ അയക്കുന്നതാണ്. ഓവർ.
എടാ, ആഗ്രഹിക്കുന്നത് എന്തും എൻ്റെ കൈ കിട്ടും. അതിന് രാജയോഗം വേണം.